ഹേയ് ഡിയേഴ്സ്, അപ്പോൾ തമ്മിൽ കണ്ടോലെ തന്നെ നമ്മുടെ മിഡ് ടേം എക്സാം പ്രിപ്പിന്റെ വീഡിയോ ആണ് ഇത്. അപ്പോൾ ഞാനാണെങ്കിൽ സ്കൂൾ വിട്ട് വന്നിട്ട് ഒരു 7:30 PM ആ ഒരു ടൈമിലാണ് പഠിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സ്കൂൾ വിട്ട് വന്നിട്ടുള്ള ബാഗൊക്കെ ഒന്ന് സെറ്റ് ആക്കാന്ന് വിചാരിച്ചു. കാരണം ഇനിയിപ്പോൾ 2 ദിവസം സ്കൂളില്ലല്ലോ. ഇനിയിപ്പോൾ നാളെ മറ്റന്നാളെ സാറ്റർഡേ സൺഡേ ഒക്കെ ആണല്ലോ. അതുകൊണ്ട് തന്നെ ബാഗിൽ നിന്ന് ബുക്കൊക്കെ എടുത്തതാ നമ്മുടെ ഷെൽഫിലേക്ക് കയറ്റി വെക്കാം. എന്നുവെച്ചാൽ നമ്മുടെ സ്റ്റഡി ടേബിളിലെ ഷെൽഫിലേക്ക്. പിന്നെ ഇവിടെ ഇരുന്ന് എന്റെ കാൽക്കുലേറ്റർ ഒന്ന് നന്നാക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്തൊരു ശൂന്യത തോന്നിയപ്പോൾ ഞാനിതാ ഈ ഒരു ക്ലിപ്പ് എടുത്ത് അവിടെ വെച്ച് ഇന്നങ്ങനെ ടെക്സ്റ്റ് ബുക്ക് ഒന്നും അങ്ങനെ വേറെ പണിയെല്ലോട്ടൊന്നും കടന്നില്ല. നേരെ ആ ബുക്ക് എടുത്ത് ആ ഷെൽഫിലേക്ക് വെക്കുക മാത്രം ചെയ്തുള്ളൂ. കാരണം സമയം കളയണ്ടല്ലോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനാണെങ്കിൽ ആ ഒരു കറക്റ്റ് ടൈം കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു 7:32. അങ്ങനെ അതൊക്കെ അവിടെ എടുത്ത് വെച്ച് നമ്മൾ നേരെ ഒരു കുപ്പിയിൽ വെള്ളമൊക്കെ നിറച്ചെടുത്ത് വെച്ച്. കാരണം എന്റെ ബയോളജി ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നതല്ലോ. അതുകൊണ്ട് തന്നെ ഇടക്കിടക്ക് വെള്ളം നിറക്കാൻ വേണ്ടി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് അത് നേരത്തെ നിറച്ച് വെച്ചത്. അപ്പൊ ഞാനാണെങ്കിൽ യൂട്യൂബിൽ വൺ ഷോട്ട് ഒക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എക്സാമിനറിന്റെ ക്ലാസ് തന്നെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായി. അപ്പൊ നോക്കുമ്പോൾ എന്റെ ഫേവറേറ്റ് മിസ് ആയിട്ടുള്ള അർച്ചന മിസ് ആണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ എന്തായാലും ഉറപ്പായിട്ട് ഞാൻ ഇത് കാണാന്ന് വിചാരിച്ചു. എന്താണെന്നറിയില്ല, എനിക്ക് ബയോളജിയിൽ കൂടുതൽ ഇൻട്രസ്റ്റ് വരാൻ കാരണം ഈ ഒരു മിസ് തന്നെയാണ്. അപ്പൊ എന്തായാലും പറഞ്ഞ പോലെ തന്നെ ഈ ഒരു യൂട്യൂബ് ക്ലാസ് ഒക്കെ സെറ്റ് ആക്കിയതാ നമ്മളുടെ ആ ഒരു സ്റ്റാൻഡിലേക്ക് വെച്ചു കൊടുത്തു. അങ്ങനെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ തുറന്ന് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ആക്കി. അല്ല, ജസ്റ്റ് വാട്ടർ ബോട്ടിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ, അതൊക്കെ എടുത്ത് കുടിക്കണ്ടേ. അപ്പൊ ക്ലാസ് തുടങ്ങണതിന് മുന്നേ തന്നെ നല്ല ഐശ്വര്യമായിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കുപ്പി തിരിച്ചു വെച്ചു. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ ഈ ഒരു ചാപ്റ്റർ ആണെങ്കിൽ ഓൾറെഡി എക്സാമിനറിൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായി. എന്നുവെച്ചാൽ ടോപ്പിക് വൈസ് ആയിട്ടാണല്ലോ ക്ലാസ്സസ് ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഓൾറെഡി കണ്ടത് കാരണമാണ് ഞാനിപ്പോ ഒരു പുതുമക്ക് വേണ്ടിയിട്ട് ഇതെടുത്ത് കാണുന്നത്. അത് മാത്രമല്ല, ലൈവ് റിവിഷൻ ക്ലാസ്സും ഉണ്ടായിരുന്നു. അത് നമ്മുടെ ആപ്പിലെ പിള്ളേർക്ക് വേണ്ടി മാത്രം ഉണ്ടായിട്ടുള്ള ഒരു ലൈവ് ആയിരുന്നു. അപ്പൊ അതും ഞാൻ കണ്ടതായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇത് കണ്ടത്. അപ്പൊ എന്തായാലും ഇത് തന്നെ ചൂസ് ചെയ്തു. പിന്നെ ആദ്യത്തെ ആ ഒരു പ്രൊഡക്ടിവിറ്റി അങ്ങോട്ട് ബൂസ്റ്റ് ആയിട്ട് ഒരു നോട്ടൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പിന്നെ അങ്ങോട്ട് മടിയായി. കാരണം ഞാൻ ഇതിന്റെ നോട്ട്സ് തന്നെ എത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞാൽ അറിയില്ല. പിന്നെ അങ്ങോട്ട് നോട്ട്സ് ഒക്കെ എഴുതാനുള്ള മൂഡ് പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്കാണെങ്കിൽ സ്കൂളിൽ തന്നിട്ടുള്ള നോട്ട്സ് നോക്കിയിട്ട് തന്നെ പഠിക്കാം. നിങ്ങൾ വിചാരിക്കേണ്ടാവും ഫസ്റ്റ് എക്സാം ബയോളജി ആണെന്ന്. എന്നാൽ ഇത് ഫസ്റ്റ് എക്സാം വേണ്ടിയിട്ടല്ലാട്ടോ പ്രിപ്പയർ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ബയോളജി എന്തോ തേർഡ് എക്സാം ആയിട്ടാണോ അങ്ങനെ എന്തോ ആണ് വരുന്നത്. പക്ഷെ ഞാനാണെങ്കിൽ ബയോളജി ആണ് അധികം കംപ്ലീറ്റ് ആക്കാത്തത്. അതുകൊണ്ടാണ് ബയോളജി എടുത്തത്. അപ്പൊ ഞങ്ങൾക്ക് ഫസ്റ്റ് എക്സാം എന്നത് ഇംഗ്ലീഷ് ഫിസിക്സ് ആയിട്ടാണ്. 2 എക്സാം ഡെയിലി ഉണ്ട്. ആകെ ലാസ്റ്റ് എക്സാം ആയിട്ട് ഫ്രൈഡേ മാത്രമേ ഉള്ളൂ ഒരു എക്സാം ആയിട്ടുള്ളത്. അന്ന് ലാംഗ്വേജ് ആണ്. അപ്പൊ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് എക്സാം ഇംഗ്ലീഷ് ഫിസിക്സ് ആണല്ലോ. അതിന് അത്യാവശ്യം നോക്കി വെച്ചതായിരുന്നു. അതുകൊണ്ടാണ് ബയോളജി എടുത്തിട്ടുള്ളത്. ഇംഗ്ലീഷ് അത്ര ഓക്കെ ആയിട്ടില്ല. നമ്മൾ എന്തായാലും അത് സൺഡേ നോക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അതിന്റെ സ്റ്റഡി വ്ലോഗ് എന്തായാലും അപ്ലോഡ് ആക്കാട്ടോ. റീസൺ വേറെ ഒന്നല്ല, കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിഡ് ടേം എക്സാമിന്റെ പ്രിപ്പറേഷൻസിന്റെ സ്റ്റഡി വ്ലോഗ്സ് ഒക്കെ അപ്ലോഡ് ആക്കാനായിട്ട്. നിങ്ങൾ പറഞ്ഞാൽ പിന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലല്ലോ, അതങ്ങോട്ട് ചെയ്യുക അത്ര തന്നെ. പിന്നെ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നോക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതൊക്കെ നിങ്ങൾ എന്തായാലും നോക്കി പോവുക. ഫസ്റ്റ് തന്നെ ആ ഒരു സ്ട്രക്ചർ ഓഫ് DNA, അത് പിന്നെ ആ ഒരു DNA എവിടെയാണ് കാണപ്പെടുന്നത് അതൊക്കെ ഒന്ന് പഠിക്കാം. പിന്നെ ക്രോമസോമിന്റെ ഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. ആ 2 ക്രോമസോമുകളും അതിന്റെ പ്രത്യേകതകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. പിന്നെ ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ട് പഠിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് എന്തായാലും പഠിച്ചു വെക്കാം. കാരണം വേറെ ഒന്നല്ല, ആ പോർഷനിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് ഇടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് കാരണം ആ ഒരു ഭാഗം ഒന്ന് പഠിച്ചു വെക്കാം. നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് മാത്രമല്ല, മെന്റേലിയൻ ഇൻഹെറിറ്റൻസും കൂടി ഒന്ന് പഠിച്ചു വെക്കാം. പിന്നെ വേറെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, അതും കൂടി ഒന്ന് നോക്കണം. സംഭവം വേറെ ഒന്നല്ല, നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ടോൾ ആൻഡ് റൗണ്ടഡ് സീഡ്സും പിന്നെ ഡാർഫ് ആൻഡ് റിങ്കിൾഡ് സീഡ്സും ഉള്ളതിന്റെ F1 ജനറേഷനിൽ എന്താണ് ഉണ്ടാവുക അങ്ങനത്തെയൊക്കെ. എന്ന് വെച്ചാൽ F1 ആൻഡ് F2 ജനറേഷനിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ആ ഒരു ലോ ഓഫ് ഡോമിനൻസ് അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. എനിക്കിപ്പോ കൃത്യമായിട്ട് ഓർമ്മ തന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് മാത്രമല്ലാത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിച്ചു വെക്കാം. അല്ലല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നല്ല, എന്തായാലും പഠിക്കാനായിട്ട് മടിയുള്ളവർ അറ്റ്ലീസ്റ്റ് ഈ ഒരു പോയിന്റ്സ് എങ്കിലും പഠിച്ചു വെച്ചാൽ മതി. ഈ ഒരു പോയിന്റ്സ് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അത് മാത്രമല്ല, ഇനി ഓരോരോ ചാപ്റ്റേഴ്സിന് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് പറയുന്ന വീഡിയോസ് അപ്ലോഡ് ആക്കണമെന്നുള്ളതിന്റെ അഭിപ്രായം കൂടി നിങ്ങൾ കമന്റിൽ പറയാം. അപ്പോൾ ക്ലാസ് കാണുന്നതിന്റെ ഇടയിൽ നല്ലപോലെ ഹൈലൈറ്റും ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. കാരണം ഹൈലൈറ്റും അണ്ടർലൈൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് പെട്ടെന്ന് കിട്ടും. ഈ ഒരു എക്സാംസിന്റെ ഇടയിലൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്ത് വോയിസ് ഓവർ ചെയ്യുന്നത് നിസ്സാര പണിയൊന്നല്ല. പക്ഷേ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത ടൈമിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് വാക്ക് തന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കുറച്ചധികം തന്നെ ടോപ്പിക്സ് കവർ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അത് കാരണം ഇതിന്റെ ഇടയിൽ ഈ ഒരു വീഡിയോ എടുക്കുന്നത് എനിക്ക് നല്ലൊരു ഹാർഡായിട്ട് തോന്നി. പക്ഷേ നിങ്ങളൊക്കെ എനിക്ക് ഇത്രയധികം സപ്പോർട്ട് തന്നിട്ട് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അതെനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ എന്റെ മാക്സിമം എഫേർട്ട് ഇട്ട് തന്നെ ഞാൻ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ആക്കാനായിട്ട് നോക്കാട്ടോ. മേ ബി അങ്ങനെ വീഡിയോ ഇട്ടില്ലെങ്കിൽ ഞാൻ കുറച്ചധികം തന്നെ തിരക്കിലായതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും ക്ലാസ് ഒക്കെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്ലാസ് കണ്ടുകഴിഞ്ഞിട്ട് എന്റേതായ രീതിയിൽ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. പിന്നെ ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്യുക, അതൊക്കെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്റർ ഞാൻ വിചാരിച്ച പോലെ ഫുള്ള് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല. അതിന്റെ സങ്കടം എനിക്ക് നല്ലപോലെ ഉണ്ട്. പക്ഷേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, നാളെ മുതൽ പഠിക്കാം. സൺഡേക്ക് എന്തായാലും പഠിക്കാൻ പറ്റില്ല. കാരണം സൺഡേ നമുക്ക് ഫസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണമല്ലോ.
അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഏത് എക്സാം ആണ് ഫസ്റ്റ് എടുക്കുന്നത് എന്നുള്ളത് കമന്റിൽ പറയണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇമ്പോർട്ടന്റ് ടോപ്പിക്സിൽ വേറൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ഈ ഒരു പാക്കേജിംഗ് ഓഫ് DNA. അതും മേ ബി ചോദിക്കാം, കാരണം ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആ ഒരു ഭാഗങ്ങൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾ നിങ്ങളുടെ കംഫർട്ടിന് വേണ്ടിയിട്ട് പഠിക്കുക, ഞാൻ പറയുന്നത് നോക്കിയിട്ട് അത് തന്നെ പഠിക്കണം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഹെൽപ്പ് ആവല്ലോ എന്ന് വിചാരിച്ച കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് പറഞ്ഞിരുന്നു, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രം പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിയില്ലല്ലോ അങ്ങനെയൊന്നും പറയരുത്. മേ ബി ഇത് വരാമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ജസ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ലെറ്റർ സക്സസും കൂടി ഒന്ന് നോക്കിയേക്കാം, കാരണം ലെറ്റർ സക്സസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അങ്ങനെ ഞാനൊരു 8:30, 8:45 ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും നിന്റെ പഠിത്തമൊക്കെ നിർത്തി. എന്താണെന്നറിയില്ല, ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക് മൂഡ് പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്നെ ഒരുപാട് നിർബന്ധിച്ച് പഠിക്കാൻ ഇരുത്താറില്ല, കാരണം പിന്നെ എനിക്ക് ആ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ തോന്നില്ല. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരുന്നെന്ന് തോന്നുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.